നേരറിവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അങ്കമാലി പോൾ ആർക്കേഡ് ബിൽഡിങ്ങിലെ കേരള കെമിക്കൽസ് കട നടത്തുന്ന പ്രൊപ്പറേറ്റർ ശ്രീ പി പാപ്പച്ചൻ പുന്നശ്ശേരി അവരുടെ വസതിയിലാണ്. അദ്ദേഹം തൊഴിൽ അന്വേഷിക്കുന്ന വീട്ടമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടി പുതിയ ഒരു വ്യവസായ സംരംഭം നിർദ്ദേശിക്കുകയാണ്. എങ്ങനെ കുടുംബത്തിലെ ചിലവ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? തൻ്റെ വരുമാനം കുറഞ്ഞല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുന്ന ധാരാളം കുടുംബാംഗങ്ങളുണ്ട്. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി പൈസ കണ്ടെത്താൻ കഴിയാതെ കഷ്ടപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ സ്വയമായി തുടങ്ങാൻ കഴിയുന്ന ചെറിയൊരു വ്യവസായ സംരംഭം അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ എവിടെ നമുക്ക് ലഭിക്കും, അതിന് ചിലവ് എത്ര വരും, അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യതകളെക്കുറിച്ച് എല്ലാം ഈ പ്രൊപ്പറേറ്റർ ശ്രീ പി പാപ്പച്ചൻ അവരോടും കൂടി പറയും. നമ്മൾ ഇപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഉണ്ടാക്കുവാനാണ് നമ്മൾ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത്. സോപ്പ് പൊടി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വസ്തുവാണ്. നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്ത് ജീവിക്കാനാണ് എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഒരു മാസം നല്ലൊരു കാശ് സോപ്പ് പൊടി വാങ്ങാൻ നമ്മൾ കടകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. കടകളിൽ ഒരു അര കിലോൻ്റെ ഒരു പാക്കറ്റിന് 40 രൂപ കൊടുക്കണം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സോപ്പ് പൊടിക്ക് 1 കിലോയ്ക്ക് 35 രൂപ അല്ലെങ്കിൽ 32 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സേവിങ്സ് നമുക്ക് ഇത് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. ഞാനിവിടെ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു തരാം. നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പൗഡറാണിത്. ഇത് സോഡാഷ് എന്നാണ് ഇതിൻ്റെ രാസനാമം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ പണ്ട് കാലത്ത് കാരണവന്മാരൊക്കെ ഉള്ള കാലഘട്ടത്തിലൊക്കെ തുണി അലക്കാൻ ഉപയോഗിച്ചിരുന്ന കാരം എന്ന് പറയുന്നൊരു വസ്തുവാണിത്. ഇതാണ് വസ്ത്രങ്ങളിൽ നിന്ന് ചെളി കളയാൻ ഉപയോഗിക്കുന്ന മെയിൻ സാധനം ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഉപയോഗിക്കേണ്ടത്. ഇത് സോഡാഷ് എന്ന് പറയും. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 5.5 കിലോ പൊടി കിട്ടാവുന്ന ഒരു റേഷ്യോയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 5.5 കിലോ സോപ്പ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സോഡാഷ് എന്ന് പറയുന്ന കാരം ഇതിന് 1.5 കിലോ കാരം ആവശ്യമുണ്ട്. നമ്മളിതെല്ലാം എടുത്തിരിക്കുന്നത് ഈ ഒരു കിറ്റിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതിൻ്റെ pH കറക്റ്റ് ചെയ്ത് കൈക്ക് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ സോഡാഷ് എടുത്തിരിക്കുന്നത് 1.5 കിലോ ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. അടുത്ത് നമ്മൾ എടുക്കുന്നത് ഇത് ആസിഡ് സ്ലറി എന്ന് പറയും. അതായത് സൾഫ്യൂരിക് ആസിഡ് വിത്ത് സോഫ്റ്റ് സോപ്പ് കോമ്പിനേഷനാണ്. പത ഉണ്ടാകാനും അഴുക്ക് ശരിക്ക് പോകാനും വേണ്ടിയിട്ടാണിത്. അതായത് ഒരു ലൂബ്രിക്കേഷൻ കിട്ടി തുണിയിൽ നിന്നുള്ള അഴുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് പത കൂടിയത് കൊണ്ട് ഒരു കാര്യമില്ല, ചെറിയ തോതിലുള്ള പതയെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള റേഷ്യോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വാഷിംഗ് മെഷീനിലും ഉപയോഗിക്കാൻ വേണ്ടി പത കുറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ റേഷ്യോ എടുക്കുന്നത്. കാരണം ഇത് കൊണ്ടുപോകുന്നവരെല്ലാവരും തന്നെ 2 രീതിയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് തുണി അലക്കാൻ ഉപയോഗിക്കും, കൈ അലക്കിന് ഉപയോഗിക്കും, ഒരു കൂട്ടർ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കും. ഇത് 2 രീതിയിൽ, അതായത് 2 സൈസ് വാഷിംഗ് മെഷീൻ ഇപ്പോൾ നമ്മുടെ രീതിയിൽ നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫ്രണ്ട് ലോഡ് മെഷീനുണ്ട്, ഒന്ന് ടോപ്പ് ലോഡ് മെഷീനുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഈ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടാണ്. ഈ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനിൽ വരുമ്പോൾ നമ്മൾ ഒരു ഐറ്റം സാധാരണഗതിയിൽ ഇതിനെ ഒഴിവാക്കും. അതായത് സാധാരണ സോപ്പ് പൊടി ഉണ്ടാക്കുന്ന എല്ലാ സോപ്പ് പൊടിയിലും ഉണ്ടാക്കുന്നതിൽ ചേർക്കുന്ന ഒരു ഐറ്റം, അതായത് ടോപ്പ് ലോഡ് മെഷീനും കൈയലക്കിനും വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് റേറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത്. സ്റ്റോൺ പൗഡർ എന്ന് പറയും. ഇത് ശരിക്കും ഈ സോപ്പ് പൊടിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ എല്ലാവരും ഇത് ചേർക്കും. ഇത് ചേർത്താലേ പൊടിയുടെ അളവ് കൂടുള്ളൂ. ഈ അളവ് കൂടിയാലേ ആളുകൾക്ക് ഇഷ്ടമാവുള്ളൂ. അതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. എന്നാൽ ഇപ്പം പലരും കടയിൽ വന്ന് വാങ്ങുന്നവരെല്ലാം ചേട്ടാ ആ സോപ്പ് പൊടിയുടെ കല്ലുപൊടിയാണ് മാറ്റിയതെന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മുടെ ആളുകൾ മാറിയിട്ടുണ്ട്. എന്നാലും ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കഴിയുന്നതും വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ സോപ്പ് പൊടി ഉണ്ടാക്കുന്നതിൻ്റെ അളവ് ശകലം കുറയും. അപ്പോൾ നമ്മളത് കുറച്ച് സോപ്പ് പൊടി ഇട്ടാൽ മതി. അടുത്തതായിട്ട് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നതാണ് സോഡിയം സൾഫേറ്റ് എന്ന് പറയും. അഴുക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സോഡിയം സൾഫേറ്റ്. ഇതാണ് സോഡിയം സൾഫേറ്റ്. അടുത്തത് ഇത് സാൾട്ട് എന്ന് പറയും. അതായത് നമ്മൾ ഇത് സാൾട്ട് എന്തിനും ഉപയോഗിക്കും? സാൾട്ടിന് 2-3 ഉപയോഗങ്ങളുണ്ട്. ഒന്ന് തുണിയുടെ കളർ ഇളകാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സാൾട്ട്. പിന്നെ അതുപോലെ തന്നെ
അഴുക്കുവാൻ. അതായത് മെയിൻ ഒരു സാധനമാണ്. പലരും കുറ്റം പറയുമെങ്കിലും സാൾട്ട് സോപ്പ് പൊടിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണ്. ഇപ്പോൾ നമ്മളങ്ങനെ 4 ഐറ്റം പറഞ്ഞു. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പെർഫ്യൂമാണ്. ഇത് സാധാരണ നമ്മൾ 20 മില്ലി പെർഫ്യൂമാണ് ഈ 5.5 കിലോയ്ക്ക് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട്. ഉജാലയുടെ പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട് ചിലർ. ഇത് സർഫ് എക്സലിൻ്റെ ഉണ്ട്, ടൈഡിൻ്റെ ഉണ്ട്. അങ്ങനെ മാർക്കറ്റിൽ വിവിധ തരത്തിലുള്ള പെർഫ്യൂമുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പോൾ നമ്മളിതിനകത്ത് ചേർക്കുന്നത് സർഫ് എക്സലിൻ്റെയാണ്. നല്ല അത്യാവശ്യം തുണിമ നിൽക്കും, നല്ല സ്മെല്ല്. കുറേ ഉച്ചവരെ നമ്മൾ ഡ്രസ്സ് ഉപയോഗിച്ചാൽ ആ ഡ്രസ്സിന് ഉച്ചവരെ നിൽക്കാവുന്ന ഒരു പെർഫ്യൂമാണിത്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് അടുത്തത് ചേർക്കുന്ന ഒരു ഐറ്റമാണിത്. കളർ ഗാർഡ് എന്ന് പറയും. കളർ ഗാർഡ് എന്ന് പറയുന്ന അർത്ഥം ശരിക്കും ഇതിന് യോജിച്ച പേരല്ല. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇത് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ശരിക്കും ഉപയോഗിക്കേണ്ട കാര്യമില്ല. സോപ്പ് പൊടിയിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ഇത് വെറും ഉപ്പിൽ കളർ ചേർത്ത് വരുന്നൊരു വസ്തുവാണ്. എല്ലാവരും അതില്ലെങ്കിൽ ചേച്ചിമാർക്കൊന്നും ഇപ്പോൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇത് എല്ലാവരും ചേർക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സോഡാഷ് എന്ന് പറയുന്ന പൊടി, അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിൽ നമ്മളിടാണ്. സോഡാഷ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടു. അതിനൊന്നും നിരത്തി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് ആസിഡ് സ്ലറിയാണ്. ആ കുപ്പിയിൽ ഇരിക്കുന്ന 1/2 ലിറ്റർ വരുന്ന ആസിഡ്, ഇത് 1/2 കിലോ ഉണ്ട്. ആ സ്ലറി ഇങ്ങനെ കുറച്ച് വീതം ഇതിലേക്ക് സോഡാഷിലേക്ക് ഒഴിക്കുക. സോഡാഷിലേക്ക് ഒഴിച്ചതിന് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കെമിക്കൽ ആക്ഷൻ കണ്ടാവും. പൊലിച്ചു വരുന്നു. അതായത് നമ്മൾ കാരണവർ വരുമ്പോൾ ഇത്ര നീറുമ്പോഴുള്ള ഒരു പൊലിമ ഇതിനുണ്ടാവുന്നു. കണ്ടോ, നമ്മളിട്ടതിൽ നിന്ന് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും നമ്മൾ കൈകൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് ഇളക്കിയാൽ കൈക്ക് ദോഷമാണ്. ഇതിന് ചൂടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്ര നീറുന്ന അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഇത്ര നീറുന്നൊന്നും ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇത്ര എന്താണെന്നുള്ളത് നമ്മൾ വീണ്ടും ഇപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ശരിക്കും ഇളക്കി മിക്സായി കണ്ടോ. ആ പൊങ്ങി വരുന്ന ആ പ്രോസസ്സിങ് തീർന്നു ഇപ്പോൾ. ഇനി എന്നെ ശരിക്ക് അപ്പോൾ കണ്ടോ, പൊടി തന്നെ ഇപ്പോൾ ഒരു നല്ല വലുപ്പം വെച്ചു പൊടിക്ക്. ഇനി ശരിക്കും തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ആ കട്ടകളൊക്കെ ഇങ്ങനെ പയ്യെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ ഒന്ന് പൊടിയെല്ലാം നല്ല രീതിയിൽ മിക്സായി. ഇതൊരു ശകലം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനിപ്പോൾ ഒരു നല്ല ചൂടുണ്ട്. കൈ വെച്ച് നോക്കി അറിയാൻ പറ്റും. ഇത് നല്ലൊരു ചൂടുണ്ട്. ആ ചൂടൊന്ന് ആറാനുള്ളൊരു ചെറിയ സമയം നമ്മളിതിന് കൊടുക്കണം. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ ശരിക്കും ഇളക്കി കഴിയുമ്പോൾ ചൂട് തന്നെ മാറിക്കോളും. അപ്പോൾ പൊടിയുടെ നനവ് ഉള്ള അംശം മാറും. നല്ല വൈറ്റ് കളറായിട്ടുള്ള പൊടിയായിട്ട് മാറും. ഈ സോപ്പ് പൊടി ഉണ്ടാക്കുന്നതിൻ്റെ മെയിനായ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത്രയേ ഉള്ളൂ. ഒരുപാട് വലിയ ഭാരമൊന്നുമില്ല. നമ്മളെയൊക്കെ പലരും പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കയ്യോറ ഇടണം എന്നൊക്കെ പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കൈ കൊണ്ട് തൊടേണ്ട ആവശ്യം ഇതിനില്ല. അതാണ് ഈ സോപ്പ് പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. മറ്റു പലരൊക്കെ പറയും കൈ കൊണ്ട് ഇളക്കി പൊടിക്കണം, തിരുമണം എന്നൊക്കെ പറയും.
ഇപ്പോൾ നമ്മൾ മെയിൻ ഭാഗം കഴിഞ്ഞു. സമയം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് കൈയോടെ തന്നെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ കാണിച്ചിരുന്ന സോഡിയം സൾഫേറ്റ് ഇതിനകത്ത് ചേർക്കാം. അടുത്തതായിട്ട് സാൾട്ട് നമ്മൾ എടുത്ത് വെച്ചത് നേരത്തെ പറഞ്ഞ സാൾട്ട് ഇതിനകത്ത് ചേർക്കാം. ഇനി ഫ്രണ്ട് ലോഡ് മെഷീനാണെങ്കിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഡസ്റ്റ് പൊടി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഡസ്റ്റ് എന്ന് പറയും, സ്റ്റോൺ പൗഡർ എന്ന് പറയും. ഇതൊന്നും ഒരു കാരണവശാലും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഫ്രണ്ട് ലോഡ് മെഷീനാണെങ്കിൽ. അല്ല ടോപ്പ് ലോഡ് മെഷീനും കൈയലക്കിനും വേണ്ടിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാതെയും ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ വിൽപ്പനക്കാർക്ക് ശകല ലാഭം കിട്ടണമെങ്കിൽ ഈ സ്റ്റോൺ പൗഡർ ചേർക്കണം. 1 കിലോ പൊടി നമുക്ക് ഇതിനകത്ത് നിന്ന് കൂടുതൽ കിട്ടും. അപ്പോൾ അത് കച്ചവടത്തിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതാണ് ആവശ്യം. അപ്പോഴാണ് പൊടി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റേറ്റ് നമുക്ക് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തൽക്കാലം ഇത് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരിക്കലും ഫ്രണ്ട് ലോഡിന് ചേർത്താൽ ഫ്രണ്ട് ലോഡിന് കൊടുക്കാൻ പാടില്ല. ടോപ്പ് ലോഡിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ, കയ്യലക്കിനെ പറ്റുള്ളൂ. ഇതിപ്പോൾ തൽക്കാലം നമ്മൾ ചേർത്ത് ഉപയോഗിക്കുന്നു. ഇതിലേക്ക് വേണ്ട എല്ലാ പൊടികളും ഇതിലായി. ഇനി ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് ശരിക്കും യോജിപ്പിക്കണം. കൈ കൊണ്ട് തൊടേണ്ട കാര്യമില്ല. ഇതെങ്ങനെ കോലിന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം മിക്സായി. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള 2 സാധനങ്ങളുണ്ട്. ഒന്ന് കളർ കാർഡ്, അതായത് സോപ്പ് പൊടിയെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കളർ കാർഡ് എന്ന് പറയുന്നത്. ഈ പുള്ളിക്കുത്ത് പോലെ ഇത് ശരിക്കും ഇത് ഉപ്പിന് കളർ കൊടുത്തിരിക്കുന്നതാണ്. ശരിക്കും ആവശ്യമില്ല. എന്നാൽ പോലും ഇത് കണ്ടാൽ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ആ സോപ്പ് പൊടിക്കൊരു എന്താ പറയുക, ഒരു സുന്ദരത്വം കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. വേറെ ഒരു ഉപകാരമുള്ള സാധനമല്ല. അത് ചേർത്ത് കണ്ടാവും. അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ആ പൊടിയിൽ വരുന്നൊരു മാറ്റം കണ്ടോ. പൊടിക്കൊരു ഒരു പ്രത്യേക കളർ വരും. ആ ചുമപ്പയും പച്ചയും ഒക്കെ കളർന്ന ഈ കളർ കാർഡ് ചേർക്കുമ്പോൾ ഇത് വരും. ഇനി നമുക്കപ്പോൾ കളർ കാർഡ് ചേർത്തു. അപ്പോൾ അത്യാവശ്യം ഒരു റെഡിഷ് ഇത് വരും കൂടുതലുണ്ടെങ്കിൽ. ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് മണം കിട്ടാനുള്ള പെർഫ്യൂമാണ്. ഇത് നമ്മൾ ചേർക്കുന്നത് സർഫ് എക്സലിൻ്റെ പെർഫ്യൂമാണ്. ഇതിങ്ങനെ കുറച്ച് ഒഴിച്ച് ഇളക്കി ശരിക്കും മിക്സ് ചെയ്യാം. ശരിക്ക് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് പയ്യത് എങ്ങനെ ഒന്നും കൈ കൊണ്ട് തൊടണ്ട. അതെങ്ങനെ നീക്കിയാൽ അതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല മിക്സിങ് കൃത്യമാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ചെറുതരം കട്ടയുള്ളത് എങ്ങനെ കൈകൊണ്ട് തൊടാതെ തന്നെ നമുക്ക് ഇതുണ്ടാക്കാം. ഈ കൈകൊണ്ട് ഇളക്കിയാൽ പല ആളുകൾക്ക് ഇത് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് കൈകൊണ്ട് ഇളക്കേണ്ടതെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒരു സൈഡിലേക്കാണ് നീക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് നല്ല ഇതായി. ഇത് കണ്ടപ്പോൾ നല്ല സോപ്പ് പൊടി, നല്ല അത്യാവശ്യം നല്ല സോപ്പ് പൊടിയായി. മാർക്കറ്റിൽ കിട്ടാവുന്ന ഇപ്പോൾ വലിയ ബ്രാൻഡഡ് കമ്പനിയുടെ ആ ഐറ്റത്തിൽ ക്വാളിറ്റി ഇതിനുണ്ട്. പക്ഷേ പരസ്യമില്ലാത്തത് കൊണ്ടാണ് പലർക്കും ഇത് ഇഷ്ടപ്പെടാത്തത്. ഉപയോഗിക്കുന്ന പലരും വീണ്ടും ഈ പൊടി തന്നെ ഉപയോഗിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് നല്ല പൊടിയാണെന്ന്. അങ്ങനെ ഇത് ഉപയോഗിക്കാം. അടുത്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് വിൽപ്പന ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഇത് 1/2 കിലോൻ്റെ പാക്കറ്റാക്കി മാറ്റാം. സാധാരണ വീടുകളിൽ സാധാരണ കടകളിലേക്ക് 1/2 കിലോൻ്റെയാണ് ബ്രാൻഡഡ് കമ്പനി ഇറക്കി വിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ 1/2 കിലോ, അതായത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ 1/2 കിലോ വീതം ആക്കാം. 1/2 കിലോ ആക്കി കാണിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ 1/2 കിലോ ആയി.
ഇത് നമുക്ക് ഈ സീലിംഗ് മെഷീൻ ഉപയോഗിച്ച്, സീലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ സീലിംഗ് മെഷീൻ ഉപയോഗിക്കാം. തുടക്കത്തിൽ സീലിംഗ് മെഷീൻ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നമ്മളൊരു ആക്സോ ബ്ലേഡ് എടുക്കാം. ഒരു ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇതിനോട് ചേർന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് നമ്മളൊരു മെഴുതിരിയുമോ എന്തെങ്കിലും കാണിച്ചാൽ ഈ സീലിങ്ങിൻ്റെ സൗകര്യം ആദ്യം നടക്കും. നമ്മൾ ചെറുകിടമായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഉൽപ്പാദന ചെലവും മറ്റും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ 1 കിലോ സോപ്പ് പൊടി പോയി ഈ ഒരു കടയിൽ മേടിക്കണമെങ്കിൽ 40 രൂപ മുതൽ കിഴിപ്പോട്ട്, അതായത് 35 രൂപ, 36 രൂപ, 38 രൂപ വരെ വിലയുണ്ട് ഈ സോപ്പ് പൊടിക്ക്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 1 കിലോയ്ക്ക് 32 രൂപ 35 രൂപയ്ക്കുള്ള വില വരില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലൊരു സഹായമാവും ഇത്. ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും. എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കുക. നമ്മുടെ പൈസ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വെറുതെ കൊടുക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് മാറാനുള്ള തയ്യാറാവണം. നമ്മളിപ്പോൾ ഈ ബ്രാൻഡഡ് കമ്പനിയുടെ ഐറ്റത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. കാരണം നമ്മുടെ പൈസ പരസ്യത്തിലൂടെയും അതിലൊക്കെ ആയിട്ട് അവർ മേടിച്ചിട്ടുള്ളൂ. നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാലമാണ് ഇപ്പോൾ. ചിന്തിക്കുക, ചെയ്യുക. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഹാൻഡ് വാഷോ സോപ്പ് പൗഡറോ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വളരെയേറെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വർഷത്തിൽ ഒരു ദിവസം നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനുമുള്ള സോപ്പ് പൊടിയായി, ഡിഷ് വാഷായി, ഹാൻഡ് വാഷായി, ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് വീടിനോട് ചേർന്ന് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സംരംഭമായി നമുക്കിതിനെ വളർത്തിയെടുക്കാം. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ വനിതകൾക്ക്, കുട്ടികൾക്ക് എല്ലാം സ്വയമായി ചെയ്യാവുന്ന, അവരുടെ വീടുകളോട് ചേർന്ന് തന്നെ ചെയ്യാവുന്ന ഒരു നല്ലൊരു വ്യവസായ മേഖലയാണ്. അധികം മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വ്യവസായം നിങ്ങൾക്ക് തുടങ്ങാൻ കഴിഞ്ഞാൽ വളരെയേറെ നിങ്ങൾക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് നല്ലൊരു പേര് കൊടുത്ത്, നല്ലൊരു ബ്രാൻഡ് നെയിം കൊടുത്ത് നിങ്ങളുടെ അയൽ വീടുകളിലോ അടുത്ത ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റ് ചെയ്യുക. വീടുകളിൽ കൊണ്ടുപോയി വിൽക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ കടകളിൽ, സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ ഓർഡർ പിടിച്ചത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആരും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്കമാലി ടൗണിൽ പോൾ ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന കേരള കെമിക്കൽസ് എന്ന കടയിലേക്ക് വരൂ. അതിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീ PV പാപ്പച്ചൻ അവർ നിങ്ങളെ സഹായിക്കാനുണ്ട്.